ഹലോ ഫ്രണ്ട്സ്, മാപ്സ് ആൻഡ് മീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണ ദിവസമാണ്. അപ്പം ഞങ്ങൾ പുതിയ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. അടുക്കളയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ എന്താണ് ഇന്നത്തെ പരിപാടിയെന്ന്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. എന്താണ് അവിടുത്തെ പരിപാടിയെന്ന് നോക്കാം. എന്താണ് പരിപാടി? ഹായ്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി, ഓണം സ്പെഷ്യൽ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം കൊണ്ട് ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുക. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചെറുപയറിൻ്റെ പരിപ്പാണ്. ചെറുപയറിൻ്റെ പരിപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഒന്ന് വറുത്തുകൊണ്ടിരിക്കുക. രാവിലെ കൊണ്ട് എന്തൊക്കെ കറി ഉണ്ടാക്കി കാണിക്കാം? അതൊക്കെ സീക്രട്ടാ. നമ്മൾ കഴിക്കാൻ തന്നെ കാണിക്കാം. പക്ഷെ എന്നാലും ഞാൻ പറയാം. അവിയലുണ്ടാക്കി, പിന്നെന്തായിരുന്നു, അച്ചാറുണ്ടാക്കി, മാങ്ങയുടെ അച്ചാറ്, പിന്നെ പച്ചടി ഉണ്ടാക്കി, മാങ്ങാ പച്ചടി ഉണ്ടാക്കി. ഇപ്പം എന്തേ ചെറുപയറിൻ്റെ പരിപ്പുണ്ടാക്കാൻ പോകുന്നു. ഇനി പായസം ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം. പിന്നെ നമ്മുടെ ഡേയും ഐസക്കും വരുന്നുണ്ട്. അവരും കുറച്ച് കറികൾ കൊണ്ടുവരുന്നുണ്ട്. അവരിപ്പം ഹാഫ് ആൻ അവറിനകത്ത് വരുമായിരിക്കും അല്ലേ. അപ്പം പിന്നെ പപ്പടം ഉണ്ടാക്കണം അത്യാവശ്യമായിട്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് 2-3 കാര്യങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിവിടെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങളിവിടെ ജർമ്മനിയിലാണെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വാഴയില കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വാഴയില കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തു. ഒരു 2-3 ഡേയ്സ് മുമ്പ് തന്നെ ഓർഡർ ചെയ്തു. വാഴയിലയൊക്കെ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിശാലമായൊരു സദ്യ, 2 പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ സദ്യയല്ലേ? അതെ, ഇവിടുത്തെ ആദ്യത്തെ സദ്യയാണ്. ഈ വീട്ടിലെ ആദ്യത്തെ സദ്യയാണ്. അപ്പോൾ ഇന്നത്തെ പായസം ഒന്നുമില്ല. ഏത് പായസം ഇന്ന് വെക്കാൻ പോകുന്നേ? ഇന്നത്തെ പായസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെക്കാൻ പോകുന്ന പാലട പ്രഥമനാണ്. കാണിച്ചു തരാം. നമ്മളുടെ ഇത് കണ്ടോ, ഡബിൾ ഹോഴ്സിൻ്റെ പാലട മിക്സാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ കണ്ടത്. പിന്നെ വേറെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായത്, പക്ഷേ ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞങ്ങളിത് മേടിച്ചു. പിന്നെ ഐസക്ക് ഉണ്ടായിക്കൊണ്ടത് സേമിയ പായസമാണ്. അതും എനിക്ക് തോന്നുന്നു ഡബിൾ ഹോഴ്സിൻ്റെ ആണ് തോന്നുന്നു. അപ്പോൾ എനിവേ ഇപ്പോൾ ഇന്നത്തെ 2 പായസമുണ്ട്. ഒന്ന് എൻ്റെ വക പാലട പായസം, ഒന്ന് ഡേയുടെ ഐസക്കിൻ്റെ വക പിന്നെ സേമിയ പായസം. അപ്പോൾ ഈ 2 പായസം കൂട്ടി നമ്മളിന്ന് സദ്യ കഴിക്കും. പായസം റെഡിയായല്ലേ? അതെ, പായസത്തിൻ്റെ ഫൈനൽ സ്റ്റേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ശരിയായി. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നെയ്ക്കകത്ത് ഇത് കണ്ടോ, കിസ്മിസും പിന്നെ കാജു, കാഷ്നട്ട്, ഇതെല്ലാം കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും നമ്മുടെ പായസം സെറ്റ്. അപ്പോൾ ഇത് ഒത്തിരി ഈസിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലല്ല, ഭയങ്കര ഈസിയാണ്. നിങ്ങൾ 1 ലിറ്റർ പാൽ ഇങ്ങോട്ട് തിളപ്പിച്ചിട്ട് അതിനകത്ത് ഈ മിക്സ് എല്ലാം കൂടി ഒരു 15 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. എളുപ്പമാണ്. പായസം റെഡി. നല്ല ടേസ്റ്റി പായസമാണ്. ശരിക്കും പണ്ട് നാട്ടിലൊക്കെ പായസം ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട് എന്താ പറയുന്ന അട വേവിച്ച് അങ്ങനെ ഒരു മണിക്കൂറൊക്കെ എടുക്കും അല്ലേ. നമ്മൾ പായസമൊക്കെ മമ്മിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷെ അതിനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അതെ, നമ്മുടെ ഗസ്റ്റുകൾ വന്നു എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഹലോ. അതെ, നമ്മുടെ 2 ഗസ്റ്റുകൾ ഇന്ന് നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. ഇത് കേരള വേഷത്തിലാണല്ലോ. നിന്റെ മുണ്ടെന്തിയേ? ഓക്കെ, ഹാപ്പി ഓണം 2 പേർക്കും. തണുപ്പുണ്ടോ പുറത്ത്? ഇനി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പപ്പടം കാച്ചിയാൽ മതി. ബാക്കി എല്ലാം ആയിട്ടുണ്ട്. ഇത് അടപ്രഥമനാണോ? ഇത് അടപ്രഥമനാണ്. പാലട. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിക്കോട്ടെ. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അങ്ങനെ ഭർത്താവും ഭാര്യയും കൂടി ഇന്ന് പപ്പടം വറുക്കുകയാണ്. കണ്ടോ, എന്താ ഭർത്താവ് ഭാര്യയെ പഠിപ്പിക്കുകയാണ് എങ്ങനെ പപ്പടം വറുക്കാനൊക്കെ. വളരെ നന്നായിട്ട് പപ്പടം കാച്ചാൻ അറിയാം. അപ്പം അവനിങ്ങനെ കാച്ചി ഡേക്കും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്നത്തെ ഓണത്തിന് പ്രത്യേകത ഉണ്ട്. അവർ ഒന്നിച്ചുള്ള ജർമ്മനിയിലെ ഫസ്റ്റ് ഓണമാണ്. അതാണ്. അപ്പം അവർ നല്ല ബ്യൂട്ടിഫുൾ കേരള ഡ്രസ്സിൽ 2 പേരും ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് റെഡി ആവണ്ടേ? നമുക്ക് റെഡി ആവണം. ഇതെല്ലാം സെറ്റ്. ഇവിടെ പപ്പടം കാച്ചി കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് റെഡിയാക്കാം. അങ്ങനെ ഇവിടെ വൻ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ക്യാമറാമാനും ഉണ്ട്. അവിടെ ഒരു ക്യാമറ വുമണും ഉണ്ട്. ഇവിടെ ഒരു മോഡലും ഉണ്ട്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് കളിക്കുക. അത് കഴിഞ്ഞിട്ട് സദ്യ. അങ്ങനെ നമ്മൾ ഇല ഇട്ട് തുടങ്ങി. കുഞ്ചിക്കില ഇട്ടു. പിന്നെ അടുത്ത ആൾക്കില ഇട്ടു. എല്ലാവരും സദ്യ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളാണ്. നമുക്കിവിടെ ഒക്കുന്ന അത്ര വിഭവങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
കുഞ്ചി എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ റെഡിയല്ലേ? ഓക്കെ, തുടങ്ങിക്കോ. ഫൈനലി നമ്മൾ പായസം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 2 ടൈപ്പ് പായസമുണ്ട്, സേമിയായും ഉണ്ട്, അടപ്രഥമനും ഉണ്ട്. എങ്ങനെയുണ്ട് പായസമൊക്കെ? എങ്ങനെയുണ്ട്? അനങ്ങാൻ വയ്യെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, നിങ്ങളുടെ ആദ്യത്തെ ഓണം അല്ലായിരുന്നോ? ആഘോഷിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു ജർമ്മനിയിലെ ആദ്യത്തെ ഓണം? എങ്ങനെ ഉണ്ടായിരുന്നു ഐസക് റോയ്? സൂപ്പറായിരുന്നോ? ഓക്കെ. അപ്പോൾ നമുക്കിനി പായസം കഴിച്ചിട്ട് കാണാം. സദ്യ എല്ലാം കഴിഞ്ഞത് ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഓണത്തല്ലൊന്നും ഇല്ല. ഈ ഒരു ആണോ? കുഞ്ചി ഇത് കഴിയുമ്പോൾ എന്തോ കളിക്കാൻ പോകുന്നത്? താഴെ ഊഞ്ഞാലാടാൻ പോവോ? പാർക്കിൽ ഊഞ്ഞാലുണ്ട്. ആണോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ സദ്യ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഓണ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാപ്സ് ആൻഡ് മീൽസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ബൈ ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഓണം.